ലോകം കാത്തിരിക്കുന്നത് വരാനിരിക്കുന്ന മറ്റൊരു വലിയ യുദ്ധത്തിനാണ്. ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലായ ചെങ്കടലിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന അശാന്തി വെറും ഒരു പ്രാദേശിക തർക്കമല്ല. ഇറാന്റെ പരോക്ഷ പിന്തുണയോടെ യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് ലോകത്തിന്റെ ഊർജ വിതരണത്തെയും സാമ്പത്തിക ഭദ്രതയെയും എങ്ങനെ ബാധിക്കുമെന്നും ഇറാന്റെ ഈ ഡ്യുവൽ ചോക്ക് പോയിന്റ് പദ്ധതി എന്താണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറാൻ പിന്തുടരുന്ന ഏറ്റവും അപകടകരമായ പ്രതിരോധ ആക്രമണ തന്ത്രമാണിത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമുദ്ര കവാടങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഹോർമൂസ് കടലിടുക്ക്, അതായത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഈ പാതയിലൂടെയാണ് ലോകത്തിലെ 20% എണ്ണയും കടന്നു പോകുന്നത്. ബാബൽ മദ്ദബ് കടലിടുക്ക് ചെങ്കടലിനെ ഏദൻ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന ഈ പാത യമൻ അടുത്താണ്. ഈ രണ്ട് പാതകളും ഒരേ സമയം തടസ്സപ്പെടുത്താൻ സാധിച്ചാൽ ലോക സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ ഇറാന് കഴിയും. ഹൂത്തികളെ ഉപയോഗിച്ച് ബാബൽ മദ്ദബ് വഴി ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ആക്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. യമനിലെ ഹൂത്തികൾ ഇതിനോടകം തന്നെ ഇസ്രയേലിന് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കടലിലെ വാണിജ്യ കപ്പലുകളെ നേരിട്ട് ആക്രമിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിരുന്നില്ല. പക്ഷേ യൂറോപ്യൻ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന പ്രകാരം ഇറാൻ ഇതിനായി ഹൂത്തികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സിവിലിയൻ കപ്പലുകൾക്ക് പുറമെ എണ്ണക്കപ്പലുകളെയും ആക്രമിക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാന് നേരെ എന്തെങ്കിലും വലിയ പ്രകോപനം ഉണ്ടായാൽ അതിനു മറുപടിയായി ചെങ്കടലിൽ ആക്രമണം അഴിച്ചുവിടാനാണ് പദ്ധതി. എല്ലാ ഹൂതി നേതാക്കളും ഈ നീക്കത്തിന് അനുകൂലമല്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പലുകളെ ആക്രമിച്ചാൽ അത് വലിയൊരു തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ഒരു വിഭാഗം ഭയപ്പെടുന്നു. ഇത് യമനിലെ ഹൂതി ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. എങ്കിലും ഹാർഡ്ലൈൻ വിഭാഗത്തിന് ഇറാന്റെ ശക്തമായ പിന്തുണയുള്ളതിനാൽ ആക്രമണത്തിനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. ഇവിടെ കൂടുതൽ അപകടകരമാകുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഇറാൻ പിന്തുണയുള്ള വിവിധ സായുധ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയെയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ ഭിന്നിപ്പിക്കാൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പരാജയപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഏകോപനം മുൻപത്തേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഭയം ഇരട്ടിയാക്കിയിരിക്കുന്നത്. ഒരേ സമയം പലയിടങ്ങളിൽ നിന്ന് ഇസ്രയേലിനെയും അമേരിക്കൻ താൽപര്യങ്ങളെയും ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. ബാബൽ മദ്ദബ് കടലിടുക്ക് അടയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ കപ്പലുകൾക്ക് നേരെ നിരന്തര ആക്രമണം ഉണ്ടാവുകയോ ചെയ്താൽ അത് വലിയ ദുരന്തമാകും. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇൻഷുറൻസ് തുക വർദ്ധിക്കുകയും കപ്പലുകൾ ആഫ്രിക്ക ചുറ്റി പോകേണ്ടി വരികയും ചെയ്യും. ഇത് ചരക്കുകൂലി കുത്തനെ കൂട്ടും. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പോകുന്ന ഇന്ധന വിതരണം തടസ്സപ്പെടും. ആഗോള വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരാൻ ഇത് കാരണമാകും. എന്നാൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു നീക്കം ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇസ്രയേലും അമേരിക്കയും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. നിലവിൽ ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കാവലുണ്ട്. ഹൂത്തികളുടെ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ഒരു കൂട്ടായ ആക്രമണത്തെ നേരിടുക എന്നത് വെല്ലുവിളി തന്നെയായിരിക്കും. ചെങ്കടലിലെ ഈ കപ്പൽ യുദ്ധം ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ നിരീക്ഷിക്കുന്നത്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും ആക്രമണം തുടരുകയും ചെയ്താൽ ആഗോള സാമ്പത്തിക ഭൂപടം തന്നെ മാറി മറിഞ്ഞേക്കാം.